ഗൈസ്, അപ്പം ഇന്ന് സ്കൂളിൽ നിന്ന് വരാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, മഴ ഒക്കെ പോയിട്ട് അപ്പം നല്ല വെയിലായി. ഇപ്പം ഇവിടെ വെള്ളമില്ല, ഒന്നുമില്ല കേട്ടോ. കണ്ട റോഡ് അത്രയും ക്ലീനാണ്. ഇതാ മനാഫ്ക അവിടെ. ഇന്ന് മനാഫ്ക എന്തൊക്കെയോ പണി ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കട്ടെ എന്താ ചെയ്തിട്ടുള്ളത്. ആർക്കറിയാം, നോണ പറഞ്ഞതാണോ ആവോ. പിന്നെ ഇതാ വേറൊരു സാധനം ഉണ്ട്, ആ കറണ്ടിൻ്റെ ബോർഡ് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നോക്കട്ടെ. ഓ, കൊക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. കണ്ട കൊക്കൊക്കെ കുറേ ഉണ്ട്. പിന്നെ പാമ്പും ഒക്കെ ഉണ്ട്. നോക്കാം അല്ലേ. നല്ല ലേറ്റ് ആയിട്ടുണ്ട്. മീറ്റിംഗ് മസ്റ്റാണല്ലോ സാറ്റർഡേ. നല്ല ടയേർഡാണ്. ഓ വയ്യ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം അല്ലേ. ആ കാക്കതാ പോണം. നല്ല തെളിഞ്ഞ ആകാശം. നമ്മളെ തെങ്ങുകൾ ഇട്ടാ, ഇതൊന്നും നമ്മളതല്ല, അപ്പുറത്തുള്ള തെങ്ങുകൾ, അപ്പുറത്തെ പറമ്പിലെ തെങ്ങ്. പിന്നെ ഇതാ ഈ കറണ്ടിൻ്റെ ബോർഡ്, ഈ ടാർപ്പായ ഇട്ടിട്ടുണ്ട്. അത് കാണിച്ചു തരാം. അയ്യോ, സ്വിച്ചൊക്കെ വെച്ചിട്ടുണ്ട്, എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൊരു ഇത് വെക്കും കേട്ടോ, ഷീറ്റ് ഇടണമെന്ന് പറഞ്ഞിരുന്നു, മഴ കൊള്ളാതിരിക്കുക. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഒരു ടാർപ്പായ ഇട്ടതാണ്. ഇതെന്താ സെൻറ്ററിൽ വെച്ചാണോ? ഇനിയിപ്പോൾ ഇവിടെ കട്ട് ചെയ്യൂല്ലേ. അപ്പോൾ ഇതാ ഇന്ന് എന്ത് പണിയാ ചെയ്ത്? നോക്കാം, നിലം കോൺക്രീറ്റ് ഒറ്റക്ക്. ആ നോക്കാം. ആ മൂലക്കെന്നല്ലേ എനിക്ക് ഒരു അവർ പോലും ഫ്രീ ഇല്ലാതെ ക്ലാസ്സിൽ 9 അവറാണ്. അയ്യോ, ഇതെന്താ തൂവല്? അയ്യ, നല്ല ഭംഗിയുള്ളൊരു തൂവല് ഉണ്ടല്ലോ. ഇതെന്തിൻ്റെയാണാവോ? ഏയ് നല്ല ഭംഗിയുണ്ട്. ആ പേടിച്ചില്ലേ? കൂട് നോക്കാനാവും. മുടിയൊക്കെ വലുതായില്ലേ, കൂടുണ്ടാക്കാൻ വേണ്ടിട്ടാ. ചെലപ്പോ മരിച്ചു പോയ വല്ല ആത്മാവും ആവും, ഉറപ്പ് പറയാൻ പറ്റില്ല. എവിടെ? 1.5 ചാക്കിന്റെ കോൺക്രീറ്റ്. 1.5 ചാക്കിന്റെ കോൺക്രീറ്റാ. അവിടെ കുറച്ച് ഭാഗം ബാക്കി ഉണ്ടായിരുന്നു, അത് ആദ്യം ഇട്ടുണ്ട്. എന്താ അവിടെ ഒരു ഓട്ട? അവിടെ ഒരു ഓട്ട ആക്കിക്കണാരാ? അതാ അതൊക്കെ. അതോ, അത് ഇനി കുറച്ച് നമ്മള് പരിക്കെട്ട് റെഡി ആക്കൂലേ. അത് ആദ്യം ചെയ്ത കോൺക്രീറ്റ് ആണ്, അതുകൊണ്ട് ജോയിന്റ് ആവൂല. അങ്ങനെ അതല്ല, ഞാൻ ആ മണ്ണ് പൊന്തിക്കണ എന്താ അവിടെ? ആ മണ്ണ് ഞാൻ ഇങ്ങനെ ഇവിടെ പല അടിക്കാൻ വേണ്ടി ലാസ്റ്റിലുള്ള കുറച്ച് മണ്ണ്, കുറച്ച് സിമെന്റും കൂടി കൂട്ടി മണ്ണിട്ടിരുന്നു. അപ്പം എറിഞ്ഞ ബാക്കിയൊരു മണ്ണുണ്ട് എറിഞ്ഞതാക്കി തോന്നി. നമ്മളെ അല്ല ഞാൻ കണ്ടില്ലായിരുന്നു. എനിക്ക് തോന്നി, കാരണം ഈ അടിച്ചു വരുമ്പല്ലേ ലാസ്റ്റത്തെ പൊടി നമ്മളെ ചെയ്യാ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റൂലേ, അതുപോലെ തീരെ ഫിനിഷിങ് ഇല്ലല്ലോ. അതെന്താ കാലൊക്കെ അങ്ങനെ നടന്ന് അങ്ങനെ പോയിക്കുന്നു? അത് ആഷിക്കിനോട് ആരാ അങ്ങനെ നടക്കാൻ പറഞ്ഞു? ആഷിക്കിന് അപ്പൊ എന്നോട് ബാത്റൂം ക്രിയടാ അത് ശരിയാക്കണ ചോദിച്ചപ്പോ ഞാൻ ശരിയാക്കുന്നുണ്ടാ. ഇനിയിപ്പോ എന്തായാലും കുമ്മായിട്ടല്ലേ പോരാ. അത് ലാസ്റ്റ് വന്ന ആ കോൺക്രീറ്റ് വേസ്റ്റ് ആക്കണ്ടല്ലോ ചോദിച്ചാൽ അതിന്റെ മേലെ കുറച്ചൊന്ന് കൂനാക്കി വെച്ചതാണ്. നീ ഇവിടെ അടിക്കണ്ടേ? ഇവിടെ അവിടെ അടിക്കാം. അവിടെ പൊളിച്ചു അടിക്കാൻ വലിയത്. ആ അനക്കുള്ള പണിയുണ്ട്. എന്താ? നാളെ പൊളിച്ചിട്ടേ ഞാൻ തേക്ക അടിച്ചുതരാം. ഈ അടിച്ചു ചെയ്തോണ്ട് എന്ത് മറ്റേ കമ്പി അടിച്ചുതരും. കമ്പി കെട്ടിട്ട് പലക അടിച്ചുതരും. അത് ബോർഡ് ഒട്ടിക്കല് കുമ്മായ മിക്സ് ചെയ്ത് നനച്ചെന്ന് നാളെ തേക്ക. അളവെടുത്താ? ടാങ്കിയുടെ അളവെടുത്താ? ടാങ്കിന്റെ അളവെടുത്തില്ല. നാളെ നമുക്ക് ഹാളുണ്ട് കോൺക്രീറ്റ് ചെയ്താലോ? ചെയ്യാ. ഒരു 2 ചാക്കിന് കോൺക്രീറ്റ് വരും. അന്നെ ചെയ്യാൻ പറ്റില്ല. എന്താ? അയ്യോ, ഞാന് ഹെൽപ്പ് ചെയ്യാ. ആള് വേണം. ആ അസിലുവിനെ വിളിക്കാം. ഉണ്ടെങ്കിൽ നോക്കാം. ആൾറെഡി ഇതൊക്കെ ഇന്നലെ ഞാൻ വെള്ളം ഫുള്ള് നിറച്ചിട്ട് ഇവിടൊക്കെ അല്ലേ ആദ്യം തരിപ്പിച്ച് റെഡിയാക്കി വെച്ചില്ലേ, ഇവിടൊക്കെ താവുന്നത്. അവിടെ ഇവിടെ ഇങ്ങനെ അന്ന് ചവിട്ടിയപ്പോ താന്നില്ലേ, അതേപോലെ ഇന്നും താന്ന് ചവിട്ടിയപ്പോ. ആ വെള്ളം വറ്റിയിട്ടില്ലല്ലേ? അടൊക്കെ കുഴി, അടൊക്കെ അതിൽ മീനുണ്ടാവോ? അതുപോലെ ഒക്കെയാണ് ഇതൊക്കെ. ഞാൻ പുല്ല് വെട്ടി, പുല്ല് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് ഞാൻ വെട്ടിക്കണ. എത്രത്തോളം പുല്ല് ഞാൻ വെട്ടി നോക്ക്, ഇപ്പോഴാണ് കാണുന്നത് തുടങ്ങിയപ്പോ. അപ്പൊ തീട്ടോ. ആരാ?
നല്ല കത്തി. ഇതെവിടുത്തും കത്തിച്ചോ? അല്ല ഞാൻ അവിടെ ഇട്ടുണ്ട്, കൂടി കത്തിച്ചോ. അല്ല അങ്ങോട്ട് കത്തിച്ചിട്ട് പോ. അതെ അതെ അവിടെ അവിടെ അവിടെ. അവിടെ കത്തിച്ച ആ പ്ലാസ്റ്റിക് കത്തിക്കഴിഞ്ഞാലേ അല്ല അത് വാങ്ങിച്ചില്ല ആ ബോർഡ്, ആ സാധനം മുകളിലിടാനുള്ള. ഞാൻ നോക്കിയില്ല. അപ്പൊ ഇത് നമ്മളെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി നാളെ ഹാള്. ഞാനും നാളെ ഞാൻ തേക്കും. കോൺക്രീറ്റ് ചെയ്താൽ മതി ടാസിലിനായിട്ട്. ഓക്കെ. കുഴി ഇതെന്താ പച്ചക്കറി നല്ല കാക്കൊക്കെ ഉണ്ട് കേട്ടാ. അപ്പം അന്ന് നമ്മൾ വന്നപ്പോൾ ഇവിടെ ഫുള്ള് വെള്ളമായിരുന്നു അല്ലേ. ഇപ്പോൾ കണ്ടില്ല ഒരു വെള്ളത്തിൻ്റെ ഇത് നോർമലായിട്ട്. പിന്നെ ഈ തോട് നല്ല വറ്റു കിട്ടുക. തോടിൽ ഇത്രയും വെള്ളമൊന്നും ഉണ്ടാവില്ല. ആ വെള്ളം ഒക്കെ ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ അതാ ഇങ്ങനെയൊക്കെ മഴ പെയ്ത് നല്ല നിർത്താതെ മഴ പെയ്ത് കഴിഞ്ഞാലാണ് ബുദ്ധിമുട്ട്. അതാ കാണുന്നതാണ് ശ്മശാനം. ഈ ഒരു കാരണം കൊണ്ടാണ് കേട്ടോ ഇവിടെ വീടൊന്നും വരാത്തത്. കാരണം ശ്മശാനത്തിൻ്റെ അടുത്ത് വീട് വെക്കുക എന്ന് പറഞ്ഞിട്ട് അത് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കാണുമൊന്നുമില്ല. ഒരു മഞ്ഞ പെയിൻറ്റ് മാത്രമേ കാണുള്ളൂ. പിന്നെ കണ്ടു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പൈസ ഉള്ള ആളുകൾക്ക് എവിടെയും വീട് വെക്കാം. പൈസ ഇല്ലാത്തവർക്ക് ഇങ്ങനെയുള്ള പാടം ഒക്കെ വെള്ളം കയറുന്ന സ്ഥലമൊക്കെ അല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതാ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ കാണുന്ന വലിയൊരു വീടാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ശ്മശാനമുള്ളത്. പക്ഷെ അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ഈ ശ്മശാനത്തിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് വീടുകളുണ്ട്. അവർക്കും പ്രശ്നമില്ല. നമ്മൾ പ്രശ്നമാണെന്ന് വിചാരിച്ച എല്ലാം പ്രശ്നമാണല്ലോ അല്ലേ. ഈ വെള്ളം കെട്ടി നിൽക്കുന്നതിൽ നല്ല മീനുണ്ട് കേട്ടോ. അതിങ്ങനെ ഇതാവുന്നുണ്ട്, കണ്ടല്ലേ. നല്ല കാറ്റും നല്ല തണുപ്പുണ്ട്. ആ ഓട്ടോറിക്ഷ കണ്ടില്ലേ, ആകെ കേട് വന്നിട്ട് പൊളിയാറായി നിൽക്കുക കേട്ടോ. രവിയേട്ടൻ്റെ ഓട്ടോറിക്ഷയെ തോന്നുന്നു. ഇതൊരു ഫാമാണ്. ഈ ഫാമിൽ ഒരുപാട് പശുക്കളുണ്ട്. കാണാനുണ്ട്, എല്ലാം പുല്ല് നിറഞ്ഞിട്ട് നിൽക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. നാളെ മിക്കവാറും കോൺക്രീറ്റ് പ്രതീക്ഷിക്കാം. പകുതി വരെയെങ്കിലും ചെയ്താൽ മതി. പക്ഷെ 2 പേർക്ക് ഒറ്റയ്ക്ക് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ ആദ്യം ഇവിടുത്തെ പുല്ലൊക്കെ ഒന്ന് വെട്ടണം. ആകെ പുല്ലാണ്. അതൊരു കുളമാണ് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു കുളമാണ്. പക്ഷെ അങ്ങോട്ട് പോയി കിട്ടൊന്നുമില്ല. ഞങ്ങൾ സ്ഥലം എടുത്ത സമയത്ത് ആ കാണുന്ന അവിടെ ഉള്ള വീടുകളിൽ, ഈ വീടല്ല അതല്ലാതെ അവിടെ ആ ഒരു വേറെ കളറ് ആ വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും അങ്ങനെയാണ് കേട്ടോ റോഡ് വരുന്നത്. പക്ഷെ ഞങ്ങൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോകും. ഇതാവുമ്പോൾ നേരെ പരിചയത്ത് സെൻറ്ററിലേക്ക് എത്തും. അത് കുറച്ച് വളഞ്ഞിട്ട് പോകണമല്ലോ. അതാണ് പ്രോപ്പർ റോഡ് വരുന്നത്. അവിടെ ഫുള്ള് വീടായിട്ടുണ്ട്. അന്ന് വീടൊന്നും ഉണ്ടായിരുന്നില്ല. 8 വർഷമായിട്ടപ്പോൾ സ്ഥലം 8 വർഷമായി സ്ഥലം എടുത്തിട്ട്. ഇത്രയും കാലമായിട്ടും വീടായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലാണ് ഫസ്റ്റ് പ്രളയത്തിൻ്റെ ടൈമിൽ. അപ്പോൾ ഒന്നും ഇവിടെ അധികം ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു കേട്ടോ. പക്ഷെ വീടിൻ്റെ അവിടെ കയറിയിട്ടില്ല. പിന്നെ അത്രത്തോളം കയറ്റിയിട്ടാണ് തറ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ പ്രശ്നം ഇതൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തറപ്പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കൊറോണ വന്നത്. പിന്നെ അതവിടെ ഇങ്ങനെ തറപ്പണി കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്തിട്ട് കേട്ടോ. പിന്നെ ആ കയ്യിലുള്ള പൈസ ഒക്കെ കഴിഞ്ഞ് കൊറോണക്ക് ഇതും ലോക്ക്ഡൗൺ ആയിട്ട് പിന്നെ കയ്യിൽ കുറേ പൈസ ബാക്കി സ്വർണ്ണമൊക്കെ വെച്ചിട്ട് പണി തുടങ്ങി. അങ്ങനെ വാർപ്പ് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാ ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണല്ലോ ഇവിടെ കാണാൻ.
മുകളിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കാൻ. ഈവനിങ്ങിലൊക്കെ ഇങ്ങനെ ഇരിക്കണം. അതിനെങ്ങനെയാണ് എപ്പോഴും ഈവനിങ് ലേറ്റ് ആയിട്ടല്ലേ വരിക അല്ലേ? നല്ല ഭംഗിയാണ്.